Hi, my dear students, welcome back to our mathematics class. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ സാപ്പ് കഴിഞ്ഞു. അപ്പോൾ അന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ച് ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻസ് എങ്ങനെയാണ് ഫോം ചെയ്യാമെന്നും ആ ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് പഠിച്ചത് അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നല്ല ശ്രദ്ധിച്ച് പഠിക്കണില്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് വെച്ചാൽ കൂടുതൽ ആ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പ്രോബ്ലംസാണ് ചെയ്ത് ഓർമ്മ ഉണ്ടോ? രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ എത്ര കിട്ടും? ഫൈൻഡ് ദ നമ്പർ. ഓർമ്മ ഉണ്ടോ? എങ്ങനെ രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് നമ്മൾ എടുത്തത്? ഒരു നമ്പർ ആദ്യത്തെ നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ തൊട്ടടുത്ത നമ്പർ എന്തായിരിക്കും? x+1 ആയിരിക്കും. പഠിച്ചാണല്ലോ. അപ്പോൾ എക്സും x+1 കൂടി ആഡ് ചെയ്താൽ നമ്മൾ പറയും. അപ്പോൾ x+1 = ഗിവൺ നമ്പർ എന്ന് എഴുതിയിട്ട് സോൾവ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനല്ലേ? ഈ 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ എടുക്കുക? 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, ആദ്യത്തെ നമ്പറിനെ x എടുക്കും, അടുത്ത നമ്പറിനെ x+1 എടുക്കും, അടുത്ത നമ്പറിനെ x+2 എന്നെടുക്കും. അങ്ങനെയാണ് ചെയ്യുക. പഠിച്ചതാണല്ലേ? ഇനി കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് അങ്ങനെ വരും. അങ്ങനെ വന്നാൽ എന്താ ചെയ്യേണ്ടത്? കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണെങ്കിലും കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ് ആണെങ്കിലും ആദ്യത്തെ നമ്പറിനെ നമ്മൾ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ x+2 ആണ് വരിക. കാരണം തൊട്ടടുത്ത ഓഡ് നമ്പറാണ് അല്ലെങ്കിൽ തൊട്ടടുത്ത ഈവൺ നമ്പറാണ്. അപ്പോൾ ഒരു നമ്പർ കൂടി കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക? അടുത്ത ആ സെയിം നമ്പർ വരിക. ശരിയല്ലേ? അപ്പോൾ ആദ്യത്തെ നമ്പർ എക്സ് എടുത്താൽ തൊട്ടടുത്ത ഈവൺ നമ്പർ x+2 ആണ്. ആദ്യത്തെ നമ്പർ എക്സ് എടുത്താൽ തൊട്ടടുത്ത ഓഡ് നമ്പർ തന്നെയാണ് x+2. അങ്ങനെയാണ് എടുക്കേണ്ടത്. ഒന്നുകൂടി ഒരു നമ്പർ കൂടി എടുക്കേണ്ടതെന്നാലോ എക്സ്, x+2, x+4 അങ്ങനെ എടുക്കണം. 2 വെച്ച് ആഡ് ചെയ്ത് എന്ത് ചെയ്യുക? തൊട്ടടുത്ത ഓഡ് നമ്പർ അല്ലെങ്കിൽ ഈവൺ നമ്പർ എന്ത് ചെയ്യുക? എടുക്കുക. അതിൻ്റെ ഒക്കെ സമ്മ് തന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ആ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കലണ്ടർ പരിചയപ്പെടുത്തണം. കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തി എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വരും. അപ്പോൾ അത് വരികയാണെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ കലണ്ടറിലുള്ള ഈ നമ്പറുകളുടെ പ്രത്യേകത എന്താണെന്നുള്ളത് നോക്കാം. ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. പറഞ്ഞാലോ? ഇവിടെ ശ്രദ്ധിക്കുക. ഒരു കലണ്ടറിലുള്ള ഒരു സ്ക്വയറിലുള്ള 4 നമ്പേഴ്സ് നമ്മൾ എടുക്കുക. അങ്ങനെയാണോ? ഒരു കലണ്ടർ നമ്മൾ നോക്കണം. ആ കലണ്ടർ നോക്കുമ്പോൾ ആണോ ഇതൊരു സ്ക്വയർ ആയില്ല. ഒരു സ്ക്വയറിലുള്ള 1 2 3 4 4 നമ്പേഴ്സ് എടുക്കും. 4 നമ്പേഴ്സ് ഒരു സ്ക്വയറിലുള്ള 4 നമ്പേഴ്സ് ഇതായാലോ. അതല്ലെങ്കിൽ കലണ്ടറിലുള്ള ഒരു സ്ക്വയറിലുള്ള 9 നമ്പേഴ്സ്. എത്ര നമ്പേഴ്സ് വേണമെങ്കിൽ നമുക്ക് എടുക്കട്ടോ? 9 നമ്പേഴ്സ് എടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഇത് ഒരു റോ, ഇത് വേറൊരു റോ, ഒരു കോളം അങ്ങനെ ഉണ്ടാവും. അപ്പോൾ 3 കോളം എടുക്കേണ്ടി വരും. 3 കോളം എടുത്തിട്ട് അതിലുള്ള ഒരു നമ്പർ, രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തെ നമ്പർ, പിന്നെ അങ്ങനെ 9 ആയില്ല. 9 ഇങ്ങനെയുള്ള നമ്പേഴ്സ്. ഇങ്ങനെയുള്ള നമ്പേഴ്സ് കൺസിഡർ ചെയ്യാൻ നിങ്ങളോട് പറയും. ഇപ്പോൾ നോക്കൂ, ഇതിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ നോക്കാം കേട്ടോ. ഇതിലൊരു സ്ക്വയർ എടുക്കുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കട്ടോ. ഇതിലൊരു സ്ക്വയർ എടുക്കുകയാണെങ്കിൽ 1 2 8 9 1 2 8 അങ്ങനെ 4 നമ്പേഴ്സ് ആണ്. 4 നമ്പേഴ്സ്. ഒരു 3 സ്ക്വയർ എടുക്കുക. 3 4 5 10 11 12 17 18 19 ആണ്. ഇങ്ങനെ വരുന്ന ഒരു സ്ക്വയർ അങ്ങനെയൊക്കെ എടുക്കാം. ഇനി ഇവിടെ നോക്കാം. 16 17 23 24 4 ഒരു സ്ക്വയർ ആണ്. ഇങ്ങനെ സ്ക്വയർ ഉണ്ടാവും. അങ്ങനെ സ്ക്വയർ മനസ്സിലായോ? നമുക്ക് എന്താ തരുന്നറിയോ? ഇങ്ങനൊരു സ്ക്വയർ എടുക്കാൻ പറഞ്ഞിട്ട് ഈ സ്ക്വയറിലുള്ള നമ്പേഴ്സിന്റെ സമ്മ് തരും. ഇത്രയും സ്ക്വയറിലുള്ള ഇതിന്റെ നമ്പേഴ്സിന്റെ എന്ത് തരും? സമ്മ് തരും. സമ്മ് തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ നമ്പറുകൾ ഏതൊക്കെയാണെന്നുള്ളത് പറയണ്ടേ. ഇതിലിപ്പോൾ 4 നമ്പേഴ്സിലെ ഈ 4 നമ്പേഴ്സും കൂടി ആഡ് ചെയ്താൽ എന്താണ് കിട്ടുക? അവിടെ നോക്കൂ. ഈ എക്സാമ്പിൾ ഈ നമ്പറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 52 കിട്ടും. 4 നമ്പേഴ്സ് കൂടി ആഡ് ചെയ്താൽ 52 കിട്ടും. ഒരു എക്സാമ്പിളാണ്. ഇതിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? ഇതൊരു സ്ക്വയർ ആയിട്ട് എടുക്കുക. 1 2 3 4 5 6 7 8 9 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? ഈ 9 നമ്പേഴ്സ് കൂടി ആഡ് ചെയ്ത് കിട്ടുക 90 ആണ് കിട്ടുക. 90 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള എല്ലാ നമ്പേഴ്സും ഏതാണെന്നുള്ളത് പറയണം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോണത്. വളരെ സിമ്പിളാണ്. നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞതിന്റെ മീനിങ് മനസ്സിലായാലോ? ഒന്നുകിൽ 4 നമ്പേഴ്സുള്ള ഒരു സ്ക്വയർ അല്ലെങ്കിൽ 9 നമ്പേഴ്സുള്ള ഒരു സ്ക്വയർ. ആ സ്ക്വയർ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ട് ഓരോന്നിലെയും നമ്പേഴ്സിന്റെ സമ്മ് എത്രയെന്ന് എന്ത് ചെയ്യും? നിങ്ങൾക്ക് തരും. ആ സമ്മ് ഉപയോഗിച്ച് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? അതിലുള്ള ഓരോ നമ്പറുകളും ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിലുള്ള നമ്പേഴ്സ് തമ്മിൽ പരസ്പരം ഒരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് എന്ത് ചെയ്യേണ്ടത്? പഠിച്ചു വെക്കേണ്ടത്. ഇവിടെ നോക്കാം.
ഇവിടെ ശ്രദ്ധിക്കുക, ഇതിലുള്ള ഒരു നമ്പർ കിട്ടിയാലേ ഒരു നമ്പർ ഇത് കിട്ടി, ഈ 8 എന്നുള്ള നമ്പർ കിട്ടി കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ, തൊട്ട് റൈറ്റ് സൈഡിലുള്ള നമ്പർ കേട്ടോ, അങ്ങനെ വലത്തോട്ട് ഇങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇടത്തോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക, ഓരോന്ന് വീതം കൂടിയാണ് പോവുക. ശരിയല്ലേ? ഇവിടെ 8 ആണെങ്കിൽ തൊട്ടടുത്തത് എന്തായിരിക്കും, 9 ആയിരിക്കും വരിക. അതിൻ്റെ അടുത്തതായിരിക്കും ഒന്നും കൂടി 10 ആയിരിക്കും. അങ്ങനെ വലത്തോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഓരോന്ന് വീതം എന്ത് ചെയ്യും, കൂടി പോകും. ശരിയാണോ? ശരിയാണ്. അത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ കൺസെപ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. എന്താ കോൺസിക്യൂട്ടീവ് നമ്പർ ആകുമ്പോൾ ഒരു 1 ആഡ് ചെയ്താലാണ് അടുത്ത നമ്പർ ഇട്ടാണോ. ഇവിടെ 8, ഇവിടെ 9, പിന്നെ 10, 11 ആണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിട്ട് പോണതാണ്. ശരിയല്ലേ? ഇവിടെ നിന്ന് ഈ നമ്പർ ഇത് താഴേക്കുള്ള നമ്പർ ഇവിടെ നോക്കൂ, ഇവിടെ 1. ഈ ഒരു കോളത്തിന്റെ നേരെ ഒരു ബോക്സിന്റെ നേരെ താഴെയുള്ളത് എത്ര, ഇത് 8 ആണ് വരിക ആണോ. ഇത് തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്, ഈ നമ്പർ തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്, 7ന്റെ ഡിഫറൻസ് ആണ് ഉണ്ടാവുക. അത് മനസ്സിലാക്കിയാൽ മതി. ഇത് 1 ആണെങ്കിൽ ഇത് എന്തായിരിക്കും, 8 ആയിരിക്കും വരിക. 1 + 7 ആണ് 8 വരിക ആണോ. ഇത് 8 ആണെങ്കിൽ ഇത് എത്ര വരിക, 8 + 7 ആണ് അത് വരിക, 15 വരിക ആണോ. മറക്കരുത്. ഓക്കെ ആണല്ലോ. ഇത് 15 ആണെങ്കിൽ 15 + 7 22 ആണോ. ഇവിടെ 22 വരും. കണ്ടില്ല? ഒരു നമ്പർ 3 ആണെങ്കിൽ 3 + 7 ആണ് അത് വരിക, 10 വരിക. 10 + 7 ആണ് അത് വരിക, 17 വരിക. അപ്പൊ താഴേക്ക് പോകും തോറും 7 വീതം ഇങ്ങനെ ആഡ് ചെയ്ത് പോവാണ് ചെയ്യുക. റൈറ്റിലേക്ക് പോകും തോറും എന്താ വരിക, 1 വീതം എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് വരികയാണ് ചെയ്യുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. പറഞ്ഞാലോ, റൈറ്റിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ 1 വീതം ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. താഴേക്ക് അടുത്ത റോയിലേക്ക് താഴേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, 7 വീതം ആഡ് ചെയ്താണ് എന്ത് ചെയ്യുക. അപ്പോൾ മനസ്സിലായല്ലോ. ഇവിടെ നോക്കൂ, ഇവിടെ 5 ആണെങ്കിൽ 5 + 7 ആണ് 12 + 7 ആണ് 19 + 7 ആണ് എന്ത് 26 വരിക. അങ്ങനെ വരും. താഴേക്ക് വരുമ്പോൾ 7 വീതമാണ് എന്ത് ആഡ് ചെയ്ത് വരിക. ഈ റിലേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കൂ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ ഇക്വേഷൻസ് ഉപയോഗിച്ചാൽ നമ്മൾ ഇത് സോൾവ് ചെയ്യണ്ടേ. അപ്പോൾ ഇതിലുള്ള ഒരു നമ്പർ നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടി വരും, എക്സ് ആയിട്ട് എടുക്കേണ്ടി വരും. ശരിയല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് ഈ ആദ്യത്തെ ഈ നമ്പറിനെ എന്ത് ചെയ്യാം, നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഈ ഫസ്റ്റ് നമ്പർ ഏതാ നമുക്കറിയില്ല. ഈ ഒരു നമ്പറിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു ആണോ. ഇത് എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ നമ്പർ എന്താ വരിക, ഇതിന്റെ റൈറ്റ് സൈഡിലുള്ള ഈ നമ്പറാണ് ഇവിടുന്ന് ഇതിനേക്കാൾ 1 കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഈ നമ്പർ നമ്മൾ എന്തെടുക്കേണ്ടി വരും, ഈ നമ്പർ നമ്മൾ എക്സ് + 1 എന്ന് എടുക്കേണ്ടി വരും. ശരിയാണോ? ശരിയാണ്. ഇത് എക്സ് ആകുമ്പോൾ ഇത് x + 1 വരും. ഇനി ഇതിന്റെ താഴെ ഈ നമ്പർ എന്താ വരിക, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ നമ്പറിനോട് 7 ആഡ് ചെയ്താണ് ഈ നമ്പർ വരിക. ശരിയല്ല? താഴേക്ക് വരുമ്പോൾ 7 വീതമാണ് എന്ത് ചെയ്യുക. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് x + 1 വരും. ഇത് എത്ര വരും, ഇത് എക്സ് പ്ലസ് എന്ത് വരും, x + 7 ആണ് വരിക. x + 7 ആണ് വരിക. മറക്കരുത്. ഇതെന്താ വരിക, ഇതെന്താ വിവരങ്ങൾ പറയും. ഇത് എക്സ്, അപ്പോൾ ഇത് x + 1, ഇത് x + 7, ഇത് x + ഇതെന്താ വരിക. ഇവിടെ നോക്കൂ, ഇവിടെ ഉള്ളതിനേക്കാളും 1 കൂടുതലാണ് ഇവിടെ വരിക. ഇവിടെ ഉള്ളതിനേക്കാളും 1 കൂടുതലാണ് വരിക. ഇത് x + 7 ആണ്. ഇതെന്താ വരിക, ഇത് x + 8 ആണ്. ഇവിടെ 7 ആഡ് ചെയ്തു, 7 ആഡ് ചെയ്തു. ഇവിടെ ഒന്നും കൂടി കൂടുതൽ ആഡ് ചെയ്യണം. അപ്പോൾ 8 ആഡ് ചെയ്യണം. ഇത് x + 7 ആണെങ്കിൽ ഇത് x + 3 ആണെങ്കിൽ ഇത് x + 4 വരും. ഇത് x + 5 ആണെങ്കിൽ ഇത് x + 6 വരണം. ആണോ? അങ്ങനെ വരും. അപ്പോൾ ഇത് x + 7 ആണെങ്കിൽ ഇത് വരും x + 8 ആണ് വരിക. ആണോ? അങ്ങനെ ഇട്ട്. അപ്പോൾ എല്ലാവരും പൂർത്തിയായി. ഇത് x ആണെങ്കിൽ ഇത് എങ്ങനെ x + 1 വന്നു മനസ്സിലായല്ലോ. ഇത് വലത്തോട് പോകുമ്പോൾ 1 വീതമാണ് ഇൻക്രീസ് ആകുക. അപ്പോൾ ഇത് x + 1 ശരിയല്ലേ. ഇത് x ആണെങ്കിൽ താഴേക്ക് വരുമ്പോൾ ഇത് x + 7 ആണ്. x + 7 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതെങ്ങനെ x + 7 വന്നത്, 7 വീതമാണ് ആഡ് ചെയ്യണമെന്ന്. അത് x + 7 വന്നത്. ഇതിനോട് കൂടി 1 ആഡ് ചെയ്താലാണ് ഇത് വരിക. നിങ്ങൾ നോക്കുക, ഈ x + 1 ആണ് ഇവിടെ, ഇതിനോട് 7 ആഡ് ചെയ്താലാണ് ഇത് വരിക. അപ്പോൾ 1നോട് 7 ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ x + 8 വരും. ആണോ? അങ്ങനെ ആയാലും ഓക്കെ ആണ്. ശരിയാണല്ലോ? ശരിയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യണം നോക്കുക. ഇതിലുള്ള ഈ 4 നമ്പേഴ്സിന്റെയും സമ്മ് എത്ര തന്നിട്ടുണ്ട്, 52 എന്ന് തന്നിട്ടുണ്ട്. കണ്ട, അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? അപ്പോൾ എന്താ 4 നമ്പേഴ്സിന് ആദ്യത്തെ നമ്പർ ഏതാ, ഇപ്പോൾ നോക്കട്ടെ. ഞാൻ ആൻസർ ചെയ്താൽ പോണ്. സം ഈസ് ഈക്വൽ എത്ര തന്നിട്ടുണ്ട്, 52 എന്ന് തന്നിട്ടുണ്ട്. അത് അവിടെ എഴുതിച്ചു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ 4 നമ്പേഴ്സിന്റെയാണ് സമ്മ്. അപ്പോൾ ആദ്യത്തെ നമ്പർ ശ്രദ്ധിക്കുക. ആദ്യത്തെ നമ്പർ എക്സ്, അത് വഴി എക്സ് കേട്ടോ, പ്ലസ് രണ്ടാമത്തെ നമ്പർ ഏതാ, x + 1, x + 1 ആണോ പ്ലസ്. ഇനി അടുത്ത നമ്പർ x + 7, x + 7 ആണോ. ആദ്യത്തെ നമ്പർ, ഇത് രണ്ടാമത്തെ നമ്പർ, ഇത് മൂന്നാമത്തെ നമ്പർ. ഇനി പ്ലസ് അടുത്ത നമ്പർ ഏതാ, x + 8. ദിസ് ഈസ് ഈക്വൽ ടു എത്ര വരും, 52 വരും. കണ്ടോ? അങ്ങനെയാണ് എഴുതേണ്ടത്. ഇത് സോൾവ് ചെയ്താൽ മതി. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എക്സിന്റെ വാല്യൂ കിട്ടും. നോക്കുക, സം ഈസ് ഈക്വൽ ടു 52. സം ഈസ് ഈക്വൽ ടു 52 പറഞ്ഞാൽ ഇതിലുള്ള 4 നമ്പേഴ്സും കൂടി ആഡ് ചെയ്താൽ 52 കിട്ടും. ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. അതായത് വാട്ട് ഈസ് സം എന്ന് പറഞ്ഞാൽ ഈ സം ഓഫ് 4 നമ്പേഴ്സ് ആണ്. സം ഓഫ് ദീസ് 4 നമ്പേഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഈസ് എക്സ്, സെക്കൻഡ് നമ്പർ ഈസ് x + 1, തേർഡ് നമ്പർ ഈസ് x + 7 ആൻഡ് ഫോർത്ത് നമ്പർ ഈസ് x +
8. Okay, sum of these four numbers is equal to 52. Okay ആണല്ലോ. Now add x plus x plus x plus x. How many x's? 4x, 4x അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4x, x plus x 2x, 2x plus x 3x, 3x plus x എന്താ വരിക? 4x. മനസ്സിലാക്കുക? ഇതൊരു x ആണ്, ഇതൊരു x ആണ്, ഇതൊരു x ആണ്, ഇതൊരു x ആണ്. അപ്പോൾ ആകെ എത്ര x ആയി? 4x. അപ്പോൾ 4x. ഇനി എന്ത് ചെയ്യുക? പ്ലസ് ഇനി ഇതിലുള്ള നമ്പേഴ്സ് നോക്കൂ. ഇവിടെ ഒരു 1 ഉണ്ട് കേട്ടോ. 1 പ്ലസ് ഒരു 7 ഉണ്ട്. 1 പ്ലസ് 7 എത്രയാണ്? 8 ആയി. 8 പ്ലസ് 8, 8 പ്ലസ് 8 16. അപ്പോൾ പ്ലസ് 16 ഈസ് ഈക്വൽ ടു എന്ത് വരും? 52 എന്ന് വരും. ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ ആക്കി കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ രൂപത്തിലായി. എങ്ങനെയാണ്? 4x പ്ലസ് 16 ഈസ് ഈക്വൽ ടു 52. അപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ 4x പ്ലസ് 16 ഈസ് ഈക്വൽ 52 ആണെങ്കിൽ 4x ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? നമ്മൾ പഠിച്ചാലോ അല്ലേ? ഈ പ്ലസ് 16 നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടും. അപ്പോൾ 52 മൈനസ് 16 ഇങ്ങനെ കിട്ടും. ശരിയല്ലേ? എന്താണ് 52 എന്ന് 16 മൈനസ് ചെയ്താൽ കിട്ടുക? ഇവിടെ സൈഡിൽ മൈനസ് ചെയ്ത് നോക്കാം. 52 മൈനസ് 16 എന്താ കിട്ടുക നോക്കാം. ഇവിടെ 12 എന്ന് 6 വരും അല്ലേ? ഇവിടെ 4 ഉണ്ട്, 36 എന്ന് വരും. എന്താ 36? 52 16 മൈനസ് ചെയ്ത് 36 കിട്ടും. അതിന്റെ മീനിങ് എന്താ? 4x ഈസ് ഈക്വൽ ടു 32 എന്നാണ്. 4x ഈസ് ഈക്വൽ ടു 32 എന്നാണ്. 4x ഈസ് ഈക്വൽ ടു 32 ആകുമ്പോൾ x ഈസ് ഈക്വൽ ടു മുകളിൽ ചെയ്താൽ അപ്പോൾ x ഈസ് ഈക്വൽ എന്ത് കിട്ടും? 32 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. ശരിയല്ലേ? 4x ഈസ് ഈക്വൽ ടു 30. ഇതൊക്കെ നമ്മൾ പഠിച്ചാട്ടോ. ഇതൊന്നും മറക്കാൻ പാടില്ല. ഇതൊക്കെ അന്ന് പഠിച്ചതാണ് ഫസ്റ്റ് ക്ലാസ്സുകളിൽ. ഇതൊന്നും മറക്കരുത്. ഇതൊക്കെ മറന്നാൽ പിന്നെ ഒക്കെ പോയി. ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ക്ലാസ് മുതൽ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. 4x ഈസ് ഈക്വൽ 32 ആണെങ്കിൽ x ഈസ് ഈക്വൽ 32 ബൈ 30. സോറി, ഇവിടെ 36 അല്ലേ? ഇവിടെ 36 അല്ല. അപ്പോൾ 36 കേട്ടോ. അപ്പോൾ 36 ഡിവൈഡ് ബൈ 4. 36 ഡിവൈഡ് ബൈ 4 എത്ര കിട്ടുക? 9 ആണ്. 9 ആണ് കിട്ടുക ആണോ? ഇവിടെ 4x ഈസ് ഈക്വൽ ടു 36. 4x ഈസ് ഈക്വൽ 36 ആണെങ്കിൽ x ഈസ് ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടും? 9 എന്ന് കിട്ടും. എന്താ നമുക്ക് 9 കിട്ടിയത്? ഈ ബോക്സിലുള്ള 4 നമ്പേഴ്സിൽ ആദ്യത്തെ ഈ നമ്പർ എത്രയാണ്? ഈ നമ്പറാണ് 9 കിട്ടുക. അപ്പം അത് കിട്ടിയ ബാക്കിയുള്ള നമ്പറൊക്കെ നമുക്ക് പറഞ്ഞൂടെ? ഇത് ഈ ബോക്സിൽ എത്ര വരിക? അത് 10 വരും. ശരിയാണോ? ശരിയാണ്. ഇതിലെത്ര വരിക? ഇതിലെത്ര വരിക? 9 പ്ലസ് 7 അല്ലേ? ഇതിനോട് 7 ആഡ് എത്ര വരിക? ഇത് 16 ആണ് വരിക. ഇത് എത്ര വരും? അപ്പോൾ ഇത് 17 വരും. 16 ആണ്, 1 ആഡ് 17 വരും. അപ്പോൾ 4 നമ്പേഴ്സും കിട്ടി. കണ്ടാ? ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ചെയ്യേണ്ടത്. തെറ്റിക്കരുത് കേട്ടോ. ശ്രദ്ധിച്ച് എന്ത് ചെയ്യണം? ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള ഒരു എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു കലണ്ടറിലെ നമ്പർ എന്നൊക്കെ പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. കലണ്ടറിലെ നമ്പറുകൾ തമ്മിലുള്ള റിലേഷൻ ചെയ്താൽ മതി. മനസ്സിലായി? അങ്ങനെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 1 വീതം ആഡ് ചെയ്ത് വരും. താഴേക്ക് വരുമെന്ന് 7 വീതം ആഡായി വരും എന്ന് ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായി? ഇത് ഓക്കെ ആവും. ഓക്കെ ആണല്ലോ. ഇനി ഇതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. 3 3/3 അതായത് ഇങ്ങോട്ട് 3 ഇങ്ങോട്ട് 3 കാരണം 3 9 നമ്പേഴ്സുള്ള ഒരു സ്ക്വയർ എടുത്തു. ആ സ്ക്വയറിലുള്ള നമ്പേഴ്സിന്റെ സമ്മാണെന്ത്? 90. അങ്ങനെയാണെങ്കിൽ ഏതാണ് ആ നമ്പർ വരിക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ശ്രദ്ധിക്കുക. ഇനി ഞാൻ കുറച്ച് സ്പീഡിൽ പറയട്ടെ. നമുക്ക് സമയമില്ല. കുറച്ച് സ്പീഡിൽ പറയാൻ പോകണം നോക്കുക. അപ്പോൾ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ നമ്പർ നമ്മൾ എന്തായിട്ട് എടുത്തു? ഈ നമ്പർ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം ആണല്ലോ. ഈ നമ്പർ അപ്പം എന്താ വരിക? ഇത് എക്സ് പ്ലസ് 1 വരും. ശരിയല്ലേ? ഇതെന്താ വരിക? ഇത് എക്സ് പ്ലസ് 2 വരും. ശരിയല്ലേ? ശരിയാണ്. ഇനി ഇത് എക്സ് ആണ്. ഇതെന്താ വരിക? ഇത് എക്സ് പ്ലസ് 7 ആണ് വരിക കേട്ടോ. ഇതെന്താ വരിക? ഇത് എക്സ് പ്ലസ് 14 ആണ് വരിക കേട്ടോ. അങ്ങനെ വരും. ഇതിനോടൊരു 7 ആഡ് ചെയ്ത് എക്സ് പ്ലസ് 7 കിട്ടും. പിന്നെ ഒരു 7 കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? പ്ലസ് 14 വരും കേട്ടോ. ഇനി പുറത്തേക്ക് ഇവിടെ 7 ആണെങ്കിൽ 1 ആണ് ഇവിടെ കൂടെ. അപ്പോൾ ഇതെന്താ വരിക? ഇത് എക്സ് പ്ലസ് 8 ആണ് വരിക. ഇതെന്താ വരിക? ഇത് എക്സ് പ്ലസ് 9 ആണ്. ഇവിടെ എത്രയാണോ അതിനോട് ഒരു 1 ആഡ് ചെയ്ത്. അപ്പോൾ 8. ഇവിടെ 1 ആഡ് ചെയ്യുമ്പോൾ 8. ഇവിടെ ഒരു 1 കൂടി ആഡ് ചെയ്യുമ്പോൾ 9 ആയി കേട്ടോ. ആയില്ലേ? ഇനി ഇവിടെ എക്സ് പ്ലസ് 14 ആണ്. ഇവിടെ എത്ര വരും? ഇത് എക്സ് പ്ലസ് 15 ആണ് വരിക. ഇത് എത്ര വരും? ഇത് എക്സ് പ്ലസ് 16 ആണ് വരിക. ഇത് എഴുതുന്നത് പഠിച്ചാൽ മതി. ഇത് എഴുതുന്നത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. മനസ്സിലായാലോ? ഇവിടെ എക്സ് ആണെങ്കിൽ എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2. അപ്പോൾ 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ്. 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ് എടുത്തുകൊണ്ടില്ലേ? മനസ്സിലായോ? ഇതിനെന്തായാലും ഇത് 3 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 7 എടുത്താൽ മതി. 7ന്റെ മൾട്ടിപ്പിൾ ഇത് ആദ്യത്തെ ഇത് എക്സ് ആണെങ്കിൽ എക്സ് പ്ലസ് 7 പ്ലസ് ഒരു 7 കൂടി. അപ്പോൾ എക്സ് പ്ലസ് 14. ഇത് എക്സ് പ്ലസ് 1 ആണെങ്കിൽ പ്ലസ് 7. അപ്പോൾ എന്താ വരും? എക്സ് പ്ലസ് 1നോട് കൂടി 7 ആഡ് എക്സ് പ്ലസ് 8. ഈ എക്സ് പ്ലസ് 8നോട് 7 ആഡ് എക്സ് പ്ലസ് 15. അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ 7 7നോട് 1 ആഡ് 8. ഇവിടെ ഒരു 1 ആഡ് 9. അപ്പോൾ അങ്ങനെ എടുക്കുക കേട്ടോ.
ഇനി എന്താ നമ്മൾ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന എന്താണ്, സമ്മ് ഇസ് ഈക്വൽ ടു, ഇതിന്റെ എല്ലാം കൂടി സമ്മ് 90 എന്നാണ് പറയുന്നത്. സമ്മ് ഇസ് ഈക്വൽ ടു എന്താണ്, 90 ആണ്. തെറ്റിക്കാതെ ചെയ്യണം, ആൻസർ കറക്റ്റായിട്ട് കിട്ടും. സമ്മ് ഇസ് ഈക്വൽ ടു 90 ആണ്. ശരിയല്ലേ? ഞാൻ എടുക്കാം. ഇത് 90 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ അതിന്റെ മീനിങ്, നമുക്ക് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 2. ഇത് ആദ്യത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തെ നമ്പർ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കേട്ടോ. ശരിയല്ലേ? ഇനി പ്ലസ് എക്സ് പ്ലസ് 7 പ്ലസ് ഇവിടെ കേട്ടോ എക്സ് പ്ലസ് 8 പ്ലസ് എക്സ് പ്ലസ് 9 കേട്ടോ. ഇത് എക്സ് പ്ലസ് 7 ഒരു നമ്പർ, എക്സ് പ്ലസ് 8 ഒരു നമ്പർ, എക്സ് പ്ലസ് 9 അടുത്ത നമ്പർ കേട്ടോ. കുറേ എഴുതി കേട്ടോ, തെറ്റിക്കരുത്. ഇനി ഇവിടെ തന്നെ താഴത്തെ ഇതുണ്ട്, അല്ലെങ്കിൽ ഇവിടെ തന്നെ എഴുതാം. പ്ലസ് എക്സ് പ്ലസ് 14 പ്ലസ് എക്സ് പ്ലസ് 15 പ്ലസ് എക്സ് പ്ലസ് എന്ത് വരും, 16 ഇങ്ങനെ വരും കേട്ടോ. ഇത് ചെയ്യാൻ ഞാൻ എളുപ്പവഴി പിന്നെ പറഞ്ഞുതരാം. 16 ആണ്. എത്രയായി അല്ലേ? ഇപ്പം എല്ലാ നമ്പേഴ്സും കൂടി ആഡ് ചെയ്യും. ഇതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ദിസ് ഈസ് ഈക്വൽ ടു കേട്ടോ, ഇതൊന്നായിട്ട് ഇവിടെ എഴുതാം. ദിസ് ഈസ് ഈക്വൽ എത്ര കിട്ടുക, 90 എന്നാണ് കിട്ടുക കേട്ടോ. എക്സ് പ്ലസ് 1 ആദ്യത്തെ നമ്പർ, എക്സ് ആദ്യത്തെ നമ്പർ, എക്സ് പ്ലസ് 1 രണ്ടാമത്തെ നമ്പർ, എക്സ് പ്ലസ് 2 മൂന്നാമത്തെ നമ്പർ കേട്ടോ. പിന്നെ എക്സ് പ്ലസ് 7, എക്സ് പ്ലസ് 8, എക്സ് പ്ലസ് 9 കേട്ടോ. പിന്നെ എക്സ് പ്ലസ് 14, എക്സ് പ്ലസ് 15, എക്സ് പ്ലസ് 16. ഇത്രയല്ലേ? നമുക്ക് എന്തൊക്കെയാ നോക്കുക, എത്ര എക്സ് ഉണ്ടാവും ഇതിൽ. എക്സ് 1 2 3 4 5 6 7 8 9 കോളംസ് ഉണ്ട്. ഓരോന്നിലും ഓരോ എക്സ് ഉണ്ട്. ഇപ്പൊ 9x വരും അല്ലേ? അപ്പൊ എന്തായാലും ഇവിടെ നമുക്ക് 9x പ്ലസ് ഇടുക. ഇനി ഇതിൽ കാണുന്ന നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യുക. തെറ്റിക്കാതെ ആഡ് ചെയ്താൽ മതി, ഒന്നുമില്ല. ഇവിടെ 1, ഇവിടെ 2 ശരിയല്ലേ? അപ്പൊ 1 2 കൂടെ ആഡ് ചെയ്താൽ 3 കേട്ടോ. 3 അവിടെ 3 നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇവിടെ 7 ഇവിടെ 8 ഇവിടെ 9. 7 പ്ലസ് 8 പ്ലസ് 9, 7 പ്ലസ് 8 15 വരും. 15 പ്ലസ് 9 എന്താ വരിക, 15 പ്ലസ് 9 24 വരും. അപ്പോൾ അത് 24 അവിടെ എഴുതിച്ചു കേട്ടോ. ഇനി ഇവിടെ 14 ഉണ്ട്. 14 15 16 14 15 29 വരും. 29 39 45 വരും. ഇവിടെ 45 വരും. 30 5 6 11 12 വരും. 300 ആഡ് ചെയ്താൽ 3 4 7 5 12 ബാക്കി 1 3 അതെ 72 വരും. 72 എന്ന് വരും കേട്ടോ. ദിസ് ഈസ് ഈക്വൽ ടു എന്താ വരിക, ദിസ് ഈസ് ഈക്വൽ ടു 90 എന്ന് വരും. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 72 ആണ് കിട്ടി. അപ്പോൾ ഈ 9x എങ്ങനെ കിട്ടി മനസ്സിലായല്ലോ. ഇവിടെ ഉള്ള എല്ലാ എക്സും കൂടി ആഡ് ചെയ്തപ്പോഴാണ് 9x കിട്ടിയത്. ശരിയല്ലേ? പിന്നെ ബാക്കിയുള്ള നമ്പേഴ്സ് അത് തെറ്റിക്കാതെ ചെയ്താൽ മതി. 1 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 7 ഉണ്ട്, ഇവിടെ ഒരു 8 ഉണ്ട്, ഇവിടെ ഒരു 9 ഉണ്ട്, ഒരു 14 ഉണ്ട്, ഒരു 15 ഉണ്ട്, ഒരു 16 ഉണ്ട്. അതെല്ലാം കൂടി ആഡ് ചെയ്ത് എന്ത് വരുന്നതാണ് ഈ 72. അപ്പോൾ അതാ 72 ദിസ് ഈസ് ഈക്വൽ ടു 90 കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ 9x ഈസ് ഈക്വൽ ടു എന്താ വരിക, 9x ഈക്വൽ ടു എന്താ വരിക, 9x ഈക്വൽ ടു 90 മൈനസ് 72 കേട്ടോ. ഈ 72 പ്ലസ് ആണ്, അതാണ് ഇപ്പോൾ മൈനസ് 72. ഇതെന്താ മൈനസ് ചെയ്താൽ കിട്ടുക, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 18 എന്നാണ് കിട്ടുക കേട്ടോ. എന്താണ് ഈ 18? എന്താ 18? 9x ഈസ് ഈക്വൽ ടു 18 ആണ്. അപ്പോൾ x ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, x ഈസ് ഈക്വൽ ടു 18/9. 18/9 എത്ര കിട്ടുക, 2 എന്ന് കിട്ടും കേട്ടോ. x ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 2 എന്ന് കിട്ടി. എന്താണ് നമ്മൾ x ആയിട്ട് എടുത്തത്, x ആയിട്ട് നമ്മൾ എടുത്തത് ഇതിൽ കാണുന്ന ഈ ആദ്യത്തെ നമ്പറാണ്. അത് അവിടെ എത്ര വരിക, 2 ആണ് വരിക കേട്ടോ. 2 ആണ് വരിക എന്ന് പറഞ്ഞാൽ ഇവിടെ 2 കേട്ടോ. ഇത് 2. അപ്പോൾ ഇത് എത്ര വരും, ഇത് 3. ഇത് എത്ര വരും, ഇത് 4 വരും. ശരിയല്ലേ? ഇവിടെ 2 ആണ്. ഇവിടെ 2 + 7 എത്ര വരും, 9 വരും. 9 + 7 എത്ര വരും, 9 + 7 16 വരും കേട്ടോ. ബാക്കിയൊക്കെ ഇവിടെ 16 ആണെങ്കിൽ ഇത് 17, ഇത് 18. ഇവിടെ 9 ആണെങ്കിൽ ഇത് 10, ഇത് 11. ഇവിടെ നോക്കൂ, ഇവിടെ കലണ്ടറിൽ നോക്കുക കേട്ടോ. ഇവിടെ 2 വരണം. 2 വരികയാണെങ്കിൽ 2 3 4 2 3 4 2 3 4. അതിൻ്റെ താഴത്ത് 9 10 11 9 10 11 കേട്ടോ. അതിൻ്റെ താഴത്ത് 16 17 18 16 17 18 കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലുള്ള ഒരു എക്സാമ്പിൾ വന്നു കഴിഞ്ഞാൽ ആ അടുത്തടുത്തുള്ള നമ്പറുകൾ തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇത് ചെയ്യാൻ ഞാൻ വേറൊരു ഐഡിയ കൂടി പറഞ്ഞിട്ട്, ഇതിപ്പോൾ ഇവിടെ കുറേ നമ്പറുകൾ ആഡ് ചെയ്യേണ്ടി വന്നില്ലേ, വേറൊരു ഐഡിയ കൂടി സാർ പറഞ്ഞുതരാം. ഒന്ന് നോക്കട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ പറഞ്ഞ ഒരു ഐഡിയ കൂടി പറഞ്ഞു തരാം. ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. നോക്കാം. ഇത് 9 കേസിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. 1 2 3 4 അങ്ങനെ 9 വരുന്ന ഒരു കേസിലുള്ള ഒരു ഐഡിയ പറഞ്ഞുതരാം. ശരിക്കും ശ്രദ്ധിച്ചോളി.
അങ്ങനെയുള്ള നമ്മൾ ഇതിൻ്റെ സമ്മ എത്രയെന്നാണ് പറഞ്ഞത്? ഇതിൻ്റെ സമ്മ 90 എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നമ്മളിപ്പോൾ ഇത് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ എടുത്ത് ഇതിനെ ഈ എക്സ് ആയിട്ട് ഇങ്ങനെയാണ് എക്സ് ആയിട്ട് എടുത്ത് ഇത് എക്സ് ആയിട്ട് എടുക്കുമ്പോൾ അങ്ങനെ 1 ആഡ് ചെയ്ത് അങ്ങനെ 7 ആഡ് ഇങ്ങനെ നമ്മൾ എടുത്ത് അല്ലേ? അതിന് പകരം ഈ മിഡിലിൽ കാണുന്ന നമ്പറിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. മിഡിലിൽ കാണുന്ന നമ്പർ നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്? എക്സ് ആയിട്ട് എടുക്കുകയാണ്. മിഡിലുള്ള നമ്പർ എക്സ് ആണെങ്കിൽ ബാക്കിയുള്ള നമ്പറുകളൊക്കെ ഇൻ ടേംസ് ഓഫ് എക്സ്, ഈ എക്സിൻ്റെ ടേംസിൽ ബാക്കിയൊക്കെ പറഞ്ഞു. എക്സിനോട് എത്ര ആഡ് ചെയ്യണം മൈനസ് ചെയ്യണം നമ്മൾ പറയണം. നിങ്ങൾ പറയും ഇത് എക്സ് ആണെങ്കിൽ ഈ നമ്പർ എക്സ് പ്ലസ് 1 അല്ല ഒരു 1 ആഡ് ചെയ്യണമെന്നാണ്. അങ്ങനെയാണ് ഇതിന് തൊട്ട് പിന്നിലുള്ള നമ്പർ ഏതായിരിക്കും വരിക? ഇതിന് തൊട്ട് പിന്നിലുള്ള നമ്പർ എക്സ് മൈനസ് 1 ആയിരിക്കും വരിക. 1 ആഡ് അങ്ങോട്ട് പോകുമ്പോൾ 1 ആഡ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യേണ്ടത്? ഒരു 1 മൈനസ് ചെയ്യണം. ശരിയല്ലേ? ഇവിടെ 7 ആണെങ്കിൽ 1 മൈനസ് ഇവിടെ 6 വരിക കേട്ടോ. അങ്ങനെ വരും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് എന്താ വരിക? ഇതിന് താഴേക്ക് എന്താ വരിക? ഇവിടെ ഇതിൻ്റെ താഴേക്ക് എക്സ് ഒരു 7 ആഡ് ചെയ്യും. ഇവിടെ 7 ആണ് വരിക. ഇവിടെ എന്താ വരിക? ഇവിടെ എക്സ് മൈനസ് 7 ആണ് വരിക. എക്സ് മൈനസ് 7 ആണ്. കാരണം ഇവിടെ ഉള്ളതിനാൽ 7 മൈനസ് ആയിരിക്കും. ഇവിടെ ഉള്ളതിനേക്കാൾ 7 എന്തായിരിക്കും? കൂടുതലായിരിക്കും ഇവിടെ. അങ്ങനെ വരും. ഇനി ഇവിടെ എന്താ വരിക? നിങ്ങൾ പറയും ഇവിടെ എക്സ് പ്ലസ് 7 ആണെങ്കിൽ ഇതിനേക്കാൾ 1 കൂടുതലായിരിക്കും. ഇവിടെ എന്താ വരിക? ഇവിടെ എക്സ് പ്ലസ് 8 ആണ് വരിക. അപ്പോൾ പുറത്ത് എന്താ വരിക? ഇവിടെ എക്സ് പ്ലസ് 7 ആണ്. ഇവിടെ എക്സ് പ്ലസ് എന്ത് വരും? 6 വരും. ശരിയാണോ? ഇവിടെ എക്സ് പ്ലസ് 7. അപ്പോൾ ഇതിനേക്കാൾ 1 കൂടുമ്പോൾ എക്സ് പ്ലസ് 8 ആയി. ഇതിനേക്കാൾ 1 കൂടെ കുറേ പുറത്തേക്ക് വരുമ്പോൾ അത് എക്സ് പ്ലസ് 6 ആവും. അപ്പോൾ ഇവിടെ നോക്കുക. ഇവിടെ എക്സ് മൈനസ് 7 ആണ്. ഇവിടെ എന്താ വരിക? ആ മൈനസ് ആണ് വരില്ല. നിങ്ങൾ അത് നോക്കി പറയുന്നത്. ഇവിടെ എക്സ് മൈനസ് 7. അപ്പോൾ പുറത്ത് എന്താ വരിക? അപ്പോൾ മനസ്സിലാക്കുക. ഇതിനേക്കാൾ 1 കൂടുതലായിരിക്കും ഇത് വരിക. ഇവിടെ വരിക. ഇവിടെ എക്സ് മൈനസ് 7 ആണെങ്കിൽ ഇത് എക്സ് മൈനസ് 6 ആയിരിക്കും വരിക. എക്സ് 7 കുറച്ച് കഴിഞ്ഞാൽ ഉള്ളതിനേക്കാളും 1 കൂടണം. ഇവിടെ 1 കൂടണം. അപ്പോൾ 1 കൂടണമെങ്കിൽ എത്ര കുറച്ചാൽ മതി? 6 കുറച്ചാൽ മതി. അപ്പോഴേ 1 കൂടുള്ളൂ. എക്സ് ഒരു സംഖ്യ അതിൽ നിന്ന് 7 കുറച്ചാൽ ഉള്ളതിനേക്കാളും 1 കൂടണം. ഇവിടെ വരുമ്പോൾ 1 കൂടണമെങ്കിൽ അപ്പോൾ എത്ര കുറക്കണം? 7 കുറക്കേണ്ട എത്ര കുറച്ചാൽ മതി? 6 കുറച്ചാൽ മതി. അങ്ങനെയാണ് വരിക. ഇവിടെ മനസ്സിലാക്കുക ശരിക്കും. അതേമാതിരി ഇവിടെ ആണെങ്കിലോ ഇവിടെ എക്സ് മൈനസ് 8 ആണ് വരിക. എക്സ് മൈനസ് ഇവിടെ എക്സ് മൈനസ് 7 ആണെങ്കിൽ ശരിക്കും ശരിക്കും ഇവിടെ എക്സ് മൈനസ് 7 ആണെങ്കിൽ 7 കുറച്ചാലുള്ളതിനെ അത്ര പോരാ. പിന്നെ അതിനേക്കാൾ കുറയണം. അപ്പോൾ ഒന്നും കൂടി കുറയണം 8 കുറയണം. ഇവിടെ എന്താണ്? ഇവിടെ അത്ര 7ൻ്റെ അത്ര കുറയണ്ട. എന്ത് ചെയ്താൽ മതി? ഒന്ന് കുറച്ച് കുറഞ്ഞാൽ മതി. അപ്പോൾ എന്താണ്? അവിടെ 6 ആണ്. ഞാൻ മനസ്സിലാക്കുക. ഇങ്ങനെയാണ് ഇത് വരിക. ഉണ്ടോ? ഇനി നമ്മൾ ഇതിന് സം എടുക്കുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന് പ്രത്യേകത ആണെങ്കിൽ നോക്കിക്കോട്ടോ. എക്സ് മൈനസ് 8 ശരിക്കും ശ്രദ്ധിക്കുക. എക്സ് മൈനസ് 8 മുകളിൽ എഴുതാം. ഇവിടെ നീട്ടി എഴുതാം കേട്ടോ. എക്സ് മൈനസ് 8 പ്ലസ് മൈനസ് 7 പ്ലസ് എക്സ് മൈനസ് 6. അപ്പോൾ ആദ്യത്തെ വരിയല്ലേ 1 2 3 ആയില്ലേ? ഇവിടെ നോക്കാം. പ്ലസ് എക്സ് മൈനസ് 1 പ്ലസ് എക്സ് പ്ലസ് 1 3 അല്ലേ? ഇനി വീണ്ടും പ്ലസ് എക്സ് പ്ലസ് 6 എക്സ് പ്ലസ് 6 പ്ലസ് എക്സ് പ്ലസ് 7 പ്ലസ് എക്സ് പ്ലസ് 8 ഈസ് ഈക്വൽ ടു 90. കണ്ടോ? ഇവിടെ തൊട്ട് അവിടെ വരെ ഉണ്ട് കേട്ടോ. ഇനി ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം. എന്താണ്? എക്സ് അത് എത്ര ഉണ്ട്? എല്ലാത്തിലും ഓരോന്നുള്ളതുകൊണ്ട് അതെന്താ വരിക? അത് 9x ആണ് വരിക. 9x ആണ് വരിക. ഇനി അടുത്തത് ആഡ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് സാർ ഇങ്ങനെ പറഞ്ഞു. ഞാനത് ഇതിൽ ഈ മൈനസ് ചെയ്യണതിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ചെയ്താൽ മതി. ഞാൻ ഇതും കൂടി പറഞ്ഞോളൂ. ഇനി ഇവിടെ നോക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ നോക്കിക്കോളി. ഇവിടെ ഒരു 8 ആണ്. ഇവിടെ ഒരു 8 ആണ്. 8 ഇവിടെ പ്ലസ് 8 ഉണ്ട്. ഇവിടെ ഒരു മൈനസ് 8 ഉണ്ട് കേട്ടോ. അതിൻ്റെ അർത്ഥം 8 മൈനസ് 8 എന്നാണ്. അവിടെ ആ 8 പ്ലസ് 8ഉം ഈ മൈനസ് 8ഉം കൂടി 0 ആയി പോകും. അത് വെട്ടിക്കളെ. അതായത് ഒരേപോലെയുള്ള പ്ലസും ഒരു മൈനസും. ഒരു മൈനസ് 8 ഇതിൻ്റെ അർത്ഥം 8 മൈനസ് 8 0 ആണ്. അപ്പോൾ ആ പ്ലസ് 8ഉം മൈനസ് 8ഉം കട്ട് ചെയ്തു കേട്ടോ. അത് ഞാൻ ആഡ് ചെയ്യേണ്ട നമുക്ക്. അതേപോലെ നോക്കൂ. ഇവിടെ ഒരു പ്ലസ് 7 ഉണ്ടല്ലേ? പ്ലസ് 7ഉം ഇവിടെ നിന്നിട്ട് ഒരു മൈനസ് 7. അത് രണ്ടും എന്ത് ചെയ്തു? കട്ട് ചെയ്ത് പോയി. അത് എടുക്കണ്ട. ഇനി ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ഒരു പ്ലസ് 6 കാണുന്നുണ്ട്. ഇവിടെ ഒരു മൈനസ് 6 ആണ് കേട്ടോ. അതും എന്തായി? ക്യാൻസൽ ചെയ്ത് പോയി കണ്ടോ. ഇവിടെ ഒരു പ്ലസ് 1 കാണുന്നുണ്ട്. ഇവിടെ ഒരു മൈനസ് 1 കാണുന്നുണ്ട്. അതും എന്തായി പോയി? ക്യാൻസൽ ചെയ്ത് പോയി കണ്ടോ. ഇനി എന്താ ഇതിൽ ബാക്കിയുള്ളത്? നിങ്ങൾ പറയും എന്തായാലും ബാക്കിയുള്ളത്? ഇവിടെ ഒന്നും ബാക്കിയില്ല. ഇവിടെ എക്സ് ഒക്കെ നമ്മൾ എടുത്താട്ടോ. നമ്പറുകൾ ഒറ്റ നമ്പറുകൾ എല്ലാ നമ്പറുകളും ഇതേപോലെ എന്തായി? ഓരോന്നിലും ഇവിടെ പ്ലസും മൈനസും ഒക്കെ എന്തായി പോയി? ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഇനി ഇവിടെ എന്താ ഇല്ല? ഇവിടെ എഴുതാൻ ഒരു നമ്പറും ഇല്ല. പറഞ്ഞ മനസ്സിലാണല്ലോ. അപ്പോൾ 9x ഈസ് ഈക്വൽ ടു എന്ത് വരും? 90 എന്ന് വരും. സം ഈസ് ഈക്വൽ ടു 90 എന്നാണ്. അപ്പോൾ ഈ എക്സുകൾ മാത്രമല്ല ബാക്കിയൊക്കെ വെട്ടിപ്പോയി. അത് അങ്ങനെ വെട്ടിപ്പോകും എന്നുള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എടുക്കാൻ ഞാൻ പറഞ്ഞത്. അതായത് ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് എടുക്കരുത്. ഞാൻ ആദ്യം അപ്പോൾ അവിടെ കുറച്ച് നമ്പറുകൾ ആഡ് ചെയ്യണം. തെറ്റിക്കാതെ ചെയ്യണമെന്നുള്ളൂ.
ഓക്കെ അല്ലേ? അപ്പൊ 9x = 90 ആണെങ്കിൽ x = എന്താ വരിക? x = 90/9 എത്ര വരും? 10 എന്ന് വരും. 90 എത്ര ഉണ്ട്? 10 ആണ്. ആദ്യത്തെ ക്വസ്റ്റിൽ x = 2 എന്നാ കിട്ടിയേ. x = 2 ആയ x ഈ നമ്പർ ഇവിടുത്തെ നമ്പറാണ് 2 കിട്ടിയേ. ഇവിടെ x നമ്മൾ മിഡിൽ നമ്പറാണ് എടുത്തത് കേട്ടോ. മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും കേട്ടോ. ഇതാണ് വരുന്നതെങ്കിൽ ഇതിലുള്ള ഒന്നുകൂടി വരക്കാം. മിഡിൽ നമ്പർ ഇവിടെയാണ് ഇത് വരിക. ഇതാണ് 10 വരിക കേട്ടോ. 10 വരിക. അപ്പോൾ ഈ ബാക്കി നമ്പറൊക്കെ പറഞ്ഞൂടെ? ഇത് എത്ര വരും? ഇത് 10 ആണ്. ഇത് എത്ര വരും? ഇത് 11. ഇത് എത്ര വരും? ഇത് 9 വരും. ശരിയാണല്ലോ. ഇനി ഇവിടേക്ക് മുകളിലത്തെ താഴത്തേക്ക് എങ്ങനെയാണ്? 7 ഇത് 7 മൈനസ് ചെയ്യുക. ഇതൊന്ന് 7 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 10 എന്ന് 3 വരും. അപ്പോൾ അത് ഇവിടെ 2 വരും. ഇവിടെ എന്ത് വരും? 4 വരും. ഇതിനോടുകൂടി 7 എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. ഇവിടെ 17 വരും. ഇവിടെ 17 ആണ്. ഇത് 18 വരും. ഇതെന്ത് വരും? 16 വരും ആണ്. അപ്പോൾ നമ്പർ നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെയാണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഇങ്ങനെയും എന്ത് ചെയ്യാം? ചെയ്യാം. പറഞ്ഞ മനസ്സിലാണോ? തെറ്റിക്കോ? തെറ്റിക്കരുത്. ഇതാണ് കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റിന്. അപ്പോൾ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ എന്ത് ചെയ്യണം? ചെയ്യാൻ പറ്റണം. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ചെറിയ ഒരു ഇക്വേഷൻ്റെ ഒരു കേസും കൂടി നമുക്ക് പറയാണ്ട് നോക്കാം. (3x + 12 = 5x + 2) ആണോ? അങ്ങനൊരു ഇക്വേഷൻ ആണോ? അങ്ങനൊരു ഇക്വേഷൻ. ഇതെന്താ സംഭവം അറിയാം? 12 ശ്രദ്ധിക്കുക. 12 added to 3 times a number. 12 added to 3 times a number is equal to 2 added to 5 times that number എന്നാണ്. ഒരു നമ്പറിൻ്റെ 3 ടൈംസിനോട് 12 ആഡ് ചെയ്താൽ കിട്ടിയ ആൻസറും നമ്പറിൻ്റെ 5 ടൈംസിനോട് 2 ആഡ് ചെയ്താൽ കിട്ടിയ ആൻസറും എന്താണ്? ഈക്വൽ ആണ്. അതാണ് ഇവിടെ എഴുതിയത്. അതാണ് ഇതിൻ്റെ അർത്ഥം. ഈ എഴുതിയ സാധനത്തിൻ്റെ വേർഡ്സിൽ ഇങ്ങനെയാണ് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ വേർഡ്സിൽ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ ഇതാക്കി എഴുതാൻ പറ്റണം. ഇതിന് മീനിങ് 12 added to what? To 3 times a number. അതാണ് ഇത്. ഇതെന്താണ്? 2 added to 5 times the number. 2 added to 5 times the number are equal. അത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഈ ഈക്വൽ സൈൻ കൊടുത്തിട്ട് ഈക്വൽ എന്ന് പറഞ്ഞു. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെ വാല്യൂ എത്രയാണ്? ഇങ്ങനെ വരും. അതായത് ഇവിടെ ഒരു എക്സ് ഉള്ള ടേം ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉള്ള ടേം ഉണ്ട്. കേട്ടോ, നമ്മൾ ഇതുവരെ പഠിച്ചാൽ ഇവിടെ നമ്പർ മാത്രമാകുമ്പോൾ നമുക്കറിയാം ഈ 12 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനല്ല നമ്മൾ പഠിച്ച്. പക്ഷേ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉള്ള ടേം ഉണ്ട്, ഇവിടെ ഒരു നമ്പർ ഉണ്ട്, ഇവിടെ ഒരു നമ്പർ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നാണ് പറയാൻ പോകുന്നത്. മനസ്സിലായാലോ? ഇതേപോലെ ഇവിടെ ഒരു എക്സ് ഉള്ള ടേം ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉള്ള ടേം ഉണ്ട്. കേട്ടോ, ഇവിടെ 12 ഒരു നമ്പർ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഒരു നമ്പർ ഉണ്ട്. ഇങ്ങനെ രണ്ട് ഭാഗത്തും എക്സ് ഉള്ള ടേമും നമ്പറും വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുക? ഇവിടെ നോക്കാം, നമ്മളിപ്പോൾ പഠിച്ചിങ്ങനെയാണ് 3x + 2 = 20. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ച്. ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഈ +2 അങ്ങോട്ട് കൊണ്ടുപോയാൽ അപ്പോൾ എക്സ് മാത്രം സെപ്പറേറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ ഒരു എക്സ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുന്നൊരു കേസ് വരികയാണെങ്കിൽ ഇങ്ങനെയുള്ളത് വരും, ഇങ്ങനെയുള്ള ഇക്വേഷൻസ് വരും. ഇതേപോലത്തെ ഇക്വേഷൻസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ശരിക്കും വളരെ സിമ്പിളാണ്. ഇതിലാദ്യം 3x + 2 ഈ ലെഫ്റ്റ് സൈഡിന് അതേമാതിരി ഉണ്ട്. ഈ 3x + 2 അതേമാതിരി ഇവിടെ ആയിരിക്കും. മനസ്സിലായോ? ഇനി ഇവിടെ കാണുന്ന ഈ എക്സിൻ്റെ ഈ ടേം നോക്കാം. ഇവിടെ എക്സിൻ്റെ ടേം ഉണ്ട്, ഇവിടെ ഈ എക്സിൻ്റെ ടേമിലേക്ക് ശരിക്കും ശ്രദ്ധിച്ച് നോക്കാം. ഇവിടെ 3x അല്ലേ? ഈ 3xും എന്തും കൂടി കൂട്ടിയാൽ 2x കിട്ടും. അങ്ങനെ ആലോചിക്കുക. ഇവിടെ ഉള്ളത് 5x ആണ്. ഈ 3xനോട് എന്ത് ആഡ് ചെയ്താലാണ് 5x കിട്ടുക നോക്കാം. എന്താ ആഡ് ചെയ്താൽ കിട്ടുക? 2x. 3xും 2xും ആണ് 5x. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ഈ 5x എന്നുള്ളത് നമ്മൾ മാറ്റി ചെയ്താൽ പോവാം. 3x + 2x ഇങ്ങനെ എഴുതി കൂടെ. 5x ആണ് 3xും 2xും കൂടി ആഡ് ചെയ്തല്ലേ ആണ്. അപ്പോൾ എന്താ നമ്മൾ നോക്കേണ്ടത്? ഇവിടെ ഉള്ള 3x ആണ്. ഈ 3xനോട് എന്ത് ഇത് മാറാൻ പാടില്ല. ഈ 3xനോട് എന്ത് ആഡ് ചെയ്താലാണ് ഈ 5x കിട്ടുക നോക്കുക. അപ്പോൾ 3xനോട് 2x ആഡ് ചെയ്താലാണ് 5x കിട്ടുക. അപ്പോൾ ഈ 5x എന്നുള്ളത് നമുക്ക് എങ്ങനെ മാറ്റി ചെയ്താൽ ഇങ്ങനെ മാറ്റി ചെയ്തി കേട്ടോ. ഇനി എന്തുണ്ട്? +2 അങ്ങനെ ആക്കി മാറ്റാം. അങ്ങനെ ആക്കി മാറ്റാൻ പ്രയാസമില്ലല്ലോ. ഇവിടെ എന്താണോ ഉള്ളത് അതിനോട് എന്ത് ആഡ് ചെയ്താലാണ് ഇത് കിട്ടുക നോക്കിയിട്ട് അത് അങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ള രൂപത്തിൽ എഴുതാം. അപ്പോൾ 5x ആണ് ഈ എഴുതിയത്. 5xനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സ്പ്ലിറ്റ് ചെയ്യുക, രണ്ടെണ്ണാക്കി മാറ്റിയിട്ട് എഴുതാം. അങ്ങനെ എഴുതാം. സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. കേട്ടോ, സ്പ്ലിറ്റ് ചെയ്തില്ലേ? ഇത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ എന്താ വെച്ചെന്നറിയാം. ഇവിടെ ഒരു 3x കാണുന്നുണ്ട്. ഈ ഈക്വൽ സൈനിൻ്റെ ഇത് ഈക്വൽ സൈനാണ്. ഇവിടുന്ന് ഒരു 3x ഞാൻ കട്ട് ചെയ്തു ഒഴിവാക്കി. അപ്പോൾ അതേമാതിരി 3x പിടിക്കും. അപ്പോൾ രണ്ടുകൊണ്ട് ഒഴിവാക്കി. അതിന് വേണ്ടിയാണ് ഇവിടെ ഉള്ള 3xും ഇവിടെ ഉള്ള 3xും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ മാറ്റിയത്. കേട്ടോ, ഇനി എന്താ ബാക്കിയുള്ളത്? എന്തുണ്ട്? ഇവിടെ 12 എന്നുണ്ട്. 12 എന്താ
2x പ്ലസ് 2 എന്നാണ്. ഇവിടെ ബാക്കിയുള്ളത് ഇതുകൊണ്ട് ഒഴിവായി കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ളത് 2x. അപ്പൊ 2x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 12. 2x പ്ലസ് 2 ഈസ് ഈക്വൽ ടു എന്ത് വരും? 12 എന്ന് വരും കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന് 2x എങ്ങനെ കാണാം? 2x-ഉം 2-ഉം കൂടി ആഡ് ചെയ്താലാണ് 12 കിട്ടുക, ശരിയല്ലേ? അപ്പൊ 2x എങ്ങനെ കാണാം? 2x കാണാൻ ഈ 12 എന്ത് ചെയ്താൽ 2 മൈനസ് ചെയ്താൽ മതി, ശരിയല്ലേ? അപ്പൊ 12 മൈനസ് 2, 12 മൈനസ് 2 എന്താ കിട്ടുക? 10 വരും. 2x ഈക്വൽ ടു 10 ആണെങ്കിൽ x ഈസ് ഈക്വൽ ടു 10/2 ഈസ് ഈക്വൽ എന്ത് വരും? 5 എന്ന് കിട്ടും. അപ്പൊ ഈ ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ എന്താണ്? 5 ആണ്. ഇതാണ് ആ ടെക്നിക്ക്. പറഞ്ഞു മനസ്സിലായോ? ഞാൻ വീണ്ടും എക്സാമ്പിൾ കാണിച്ചു തരാം. എന്താ ഇത് തന്നെ എന്താ നമ്മൾ ചെയ്ത് നോക്കാം. ഇവിടെയും എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട്, എക്സിലെ ടേം ഉണ്ട്, ഇവിടെയും നമ്പർ ഉണ്ട്, ഇവിടെയും നമ്പർ ഉണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എക്സ് ഉള്ള ടേം നോക്കുക, ഇവിടെ 3x ആണ്. അപ്പൊ ഈ 5xനെ 3xന്റെ ടേംസിൽ എഴുതാം എന്ന് പറഞ്ഞാൽ 3xനോട് എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ ഇത് കിട്ടുന്നുള്ള രൂപത്തിലാണ്. അപ്പൊ 3x പ്ലസ് 2x ആണ് 5x. അപ്പൊ ഈ 5xനെ എന്താക്കി മാറ്റി നമ്മൾ 3x പ്ലസ് 2x എഴുതി. പ്ലസ് 2 ഇവിടെ ഉള്ള നമ്പർ അതേപോലെ എഴുതി. എന്നിട്ട് ഇവിടെ ഉള്ള 3xും ഇവിടെ ഉള്ള 3xും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 2x പ്ലസ് 2 ഒരു ഭാഗത്ത്, അത് ഈക്വൽ ടു എന്ത് കിട്ടും? 12 കിട്ടും. അത് ഇനി ഇങ്ങനെ എഴുതിയാലും മതി. ഞാൻ അപ്പുറത്തായി പ്രശ്നമൊന്നുമില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? 2x പ്ലസ് 2 ഈസ് ഈക്വൽ ടു എന്ത് വരും? 12. അപ്പൊ അങ്ങനെ എഴുതാം 2x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 12. ഇതാണ് ഇത് ഈസ് ഈക്വൽ ടു 12. അപ്പോൾ ഈ പ്ലസ് 2 മാറ്റി കഴിഞ്ഞാൽ 2x ഈസ് ഈക്വൽ ടു 12 മൈനസ് 2 എത്ര വരും? 10 എന്ന് വരും. അപ്പോൾ x ഈക്വൽ എന്ത് കിട്ടും? x ഈസ് ഈക്വൽ ടു 10/2 ഈസ് ഈക്വൽ എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. കണ്ടോ? അങ്ങനെ ചെയ്യട്ടെ. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ കാണിച്ചു തരാം. നോക്കാം. 3x പ്ലസ് 7 ഈസ് ഈക്വൽ ടു 4x പ്ലസ് 3. ഉണ്ടോ? ഇതെങ്ങനെ ചെയ്യാന്ന് പോയി നോക്കാം, ശ്രദ്ധിക്കുക. ഇവിടെ എക്സൽ ടേം ഉണ്ട്, ഇവിടെ എക്സൽ ടേം ഉണ്ട്, ഇവിടെ നമ്പർ ഉണ്ട്, ഇവിടെ നമ്പർ ഉണ്ട്. അത് രണ്ടും കൂടി ഇതാണ് ഈക്വൽ. ഇതെങ്ങനെ നമ്മൾ വേർഡ്സിൽ പറയാം? ഇത് വേർഡ്സിൽ പറയാം. 7 ആഡഡ് ടു 3 ടൈംസ് എ നമ്പർ ഈസ് ഈക്വൽ ടു 3 ആഡഡ് ടു 4 ടൈം. ഒരു നമ്പറിന്റെ 3 ടൈംസിനോട് 7 ആഡ് ചെയ്തതും 4 ടൈംസിനോട് 3 ആഡ് ചെയ്താലും എന്താണ്? ഈക്വൽ ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നമ്പർ എന്നാണ് വേർഡ്സിൽ ചോദിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഈക്വേഷൻ വരിക. അതായാലോ ഇതെങ്ങനെ നമ്മൾ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇവിടെ 3x, ഇവിടെ എന്താ ഉള്ളത്? 4x. 3xും എത്രയും കൂടി ചേർന്നാലാണ് 4x ആവുക? 3xും 1xും കൂടി ചേർന്നാലാണ്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3x പ്ലസ് 7 ഈസ് ഈക്വൽ ടു ഈ 4x നമ്മൾ എങ്ങനെയാണ്? 3x പ്ലസ് x എന്ന് എഴുതണം. കേട്ടോ, മനസ്സിലോ? എവിടുന്ന് 3x കിട്ടി? മനസ്സിലോ? ഇപ്പുറത്തുള്ള 3x ആണ്. ഇവിടെ ഉള്ളത് എത്ര നോക്കാം. അതിനോട് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടാണ് ഇത് കിട്ടുക. അപ്പോൾ അത് അങ്ങനെയാണ് നോക്കേണ്ടത്. അപ്പോൾ 3x പ്ലസ് x, ശരിയല്ലേ? ഇനി എന്ത് വരും? പ്ലസ് 3 കേട്ടോ. അപ്പോൾ ഈ 4x ഇത് 4x ആണ്. ആ 4xനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താക്കി? ഒന്ന് 3xും ഒന്ന് x ആക്കി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇവിടെ കാണാൻ 3xും ഈ 3xും എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ബാക്കിയുള്ള എന്താ നോക്കൂ. ഇവിടെ x പ്ലസ് 3 ആണ്. x പ്ലസ് 3 ഈസ് ഈക്വൽ എന്ത് കിട്ടും? 7 കിട്ടും. നോക്കൂ, x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 7. x പ്ലസ് 3 ഈസ് ഈക്വൽ 7 ആണെങ്കിൽ ഈ x കണ്ടുകൂടെ? x എന്താ കിട്ടുക? 7 മൈനസ് 3 എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ഇതൊക്കെ നമ്മൾ പഠിച്ച ഫസ്റ്റിൽ അതിൻ്റെ ഫണ്ടമെന്റൽസ്, അതിൻ്റെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ പഠിച്ചതാണ്. അതൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല. അതൊക്കെ അറിയില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. മനസ്സിലായാലോ? ഇപ്പോൾ x ഈക്വൽ എന്ത് കിട്ടി? 4 എന്ന് കിട്ടിയോ? ഒരൊറ്റ എക്സാമ്പിൾ കാണിച്ചേട്ടെ. നോക്കൂ, 2x പ്ലസ് 14 ഈസ് ഈക്വൽ ടു 2x പ്ലസ് 14 ഈസ് ഈക്വൽ ടു 5x പ്ലസ് 5 ആണ്. നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യനിൽ തരാൻ പോകുന്ന എക്സാമ്പിളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സെയിം എക്സാമ്പിൾ ഞാൻ ആയിക്കോട്ടെ വെച്ചിട്ടാണ് എന്ത് ചെയ്ത് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അതാണ് അത് നോക്കി ചെയ്യണം കേട്ടോ. ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇത് എങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞോളി. ഇത് നിങ്ങൾ പറയും. ഇവിടെ 2x, ഇവിടെ 5x. അപ്പോൾ ആദ്യം 2x പ്ലസ് 14 ഇവിടെ അങ്ങനെ തന്നെ എഴുതുക, ശരിയല്ലേ? ഇനി ഈ 5x ആണ്. അപ്പോൾ ഇത് 2xും എത്രയും കൂടി ചേർന്നാലാണ് 5x ആവുന്നത്. 2xും എത്രയും കൂടി ചേർന്നാലാണ് 5x ആവുക? 3x. അപ്പോൾ 5x നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ എഴുതാം? 2x പ്ലസ് 5x. അപ്പം 2x പ്ലസ് 5x അല്ല 3x. 2x പ്ലസ് 3x കേട്ടോ. അപ്പം 2ഉം 3 കൂടി ആഡ് 5x ആയി, ശരിയല്ലേ? പ്ലസ് എന്ത് വരും? പ്ലസ് 5 എന്ന് വരും കേട്ടോ. എന്താ നമ്മൾ ചെയ്തത്? ഈ 5xനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? 2x പ്ലസ് 3x, 2xും 3xും കൂട്ടി 5x കിട്ടും. അപ്പോൾ അതിനങ്ങനെ ആക്കിയത്. ഇനി എന്ത് ചെയ്യുക? ഈ 2xും 2xും ആണ് കട്ട് ചെയ്തു പോകും. ക്യാൻസലിങ് 2x ഓൺ ബോത്ത് സൈഡ്സ്. എന്താ കിട്ടുക?
ഇവിടെ 3x + 5 കിട്ടും, ഇവിടെ 14. അപ്പൊ 3x + 5 = 14. 3x + 5 = 14 ആണോ? അങ്ങനാണെങ്കിൽ 3x = ഇതൊക്കെ നമ്മൾ പഠിച്ചാട്ടോ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എക്സിന്റെ വാല്യൂലേക്ക് എത്തേണ്ടത് നമ്മൾ പഠിച്ചാണ്. എന്താണ് ഈ 5 അപ്പുറത്ത് മൈനസ് ആവില്ല. അപ്പൊ 14 - 5. 14 - 5 എന്ന് പറഞ്ഞാൽ 9 ആകിട്ട്. എന്താണ് 9? 3x = 9. 3x = 9 ആകുമ്പോൾ x = 9/3 എത്ര കിട്ടും? 3 എന്ന് കിട്ടും കേട്ടോ. ഇവിടെ എക്സിന്റെ വാല്യൂ എന്താ വരിക? 3 ആണ് വരിക. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് ഇത് ചെയ്യാൻ പറ്റണം, തെറ്റിക്കരുത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ശ്രദ്ധിച്ച് മനസ്സിലായി. ഇതിന്റെ കുറച്ചും കൂടി കോംപ്ലിക്കേഷനുള്ള, കുറച്ചും കൂടി പ്രയാസമുള്ള കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇത് മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുക? പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കലണ്ടറിലുള്ള ആ നമ്പേഴ്സിന്റെ പ്രത്യേകതയും അത് വെച്ചുള്ള പ്രോബ്ലം പഠിച്ചു. അതേപോലെ രണ്ട് സൈഡിലും എക്സ് വരുന്ന ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ത് ചെയ്തു നമ്മൾ പഠിച്ചില്ലേ? അല്ല, ക്ലിയർ അല്ലേ? ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം, അത് ചെയ്യുമ്പോൾ എന്താവും കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ, താങ്ക് യു.